ഭൂമിയിലെ താപനിലയെ താഴാതെ പിടിച്ചു നിർത്തുന്നത് ഏത് വാതകമാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ട്രോപ്പോസ്ഫിയറിൽ പരമാവധി എത്ര കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം 50 കിലോമീറ്റർ. കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം അലുമിനിയം ഓക്സൈഡ്, സിലിക്ക. ഭൂമിയിലെ അക്ഷാംശ രേഖകളെ അടിസ്ഥാനമാക്കി എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല. വടക്കേ ഇന്ത്യയിൽ വീശുന്ന ചൂടുകാറ്റിന്റെ പേര്? ഉത്തരം കാൽ ബൈശാഖി. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള പടലം ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഇക്കോ ഫെമിനിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ലേ ഫെമിനിസ്മി ഓൺ ലാ മാർ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്തനി? ഉത്തരം നീലത്തിമിംഗലം. ബൾഗേറിയയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം റോസ്. മിസോറാം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ഹൂലോക്ക് ഗിബൺ. എന്താണ് ഖനജലം? ഉത്തരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജൻ ചേർന്ന ജലമാണ് ഖനജലം. ജലത്തിന്റെ 3 അവസ്ഥകൾ ഏതെല്ലാം? ഉത്തരം ഖരം, ദ്രാവകം, വാതകം. ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം നൈൽ. ഇന്ത്യയിൽ പെരുമ്പാമ്പിനെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം സുപ്പീരിയർ തടാകം. പുതുമഴയ്ക്ക് പ്രത്യേക ഗന്ധമുണ്ട്, എന്താണ് അതിന് കാരണം? ഉത്തരം മണ്ണിലുള്ള സ്ട്രെപ്റ്റോമൈസൈറ്റ് എന്ന ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ജപ്പാൻകാരിയായ ജുങ്കോ തബായ്, 1975 മെയ് 16. ഓക്സിജൻ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നാർ. എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ അന്ധനായ വ്യക്തി ആരാണ്? ഉത്തരം എറിക് വെയിൻ മോയ്. ഭൂമിക്ക് ചുറ്റും ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷം രൂപം കൊണ്ടത് ഏകദേശം എത്ര വർഷമായി? ഉത്തരം 180 കോടി വർഷം. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലവണം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം ക്ലോറൈഡ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഉത്തരം പെട്രോളജി. ത്രിഫലയിൽ ഏതെല്ലാം ഉണ്ട്? ഉത്തരം കടുക്ക, നെല്ലിക്ക, താന്നിക്ക. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം അലുമിനിയം സൾഫേറ്റ്. വ്യക്തമായ അന്തരീക്ഷമുള്ള ഏക ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ഒരു വ്യക്തിയോ സമൂഹമോ സ്ഥാപനമോ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിന് പറയുന്ന പേര്? ഉത്തരം കാർബൺ ഫുട് പ്രിന്റ്. ഓസോൺ പാളിയുടെ കനം എത്ര യൂണിറ്റിലാണ് കണക്കാക്കുന്നത്? ഉത്തരം ഡോപ്സൺ. പാം ഓയിൽ എന്ന ഭക്ഷ്യ എണ്ണയുടെ സ്രോതസ്സായ വൃക്ഷം ഏതാണ്? ഉത്തരം എണ്ണപ്പന. ഇറാന്റെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. മഞ്ഞുപുലിയെ ഔദ്യോഗിക മൃഗമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഏറ്റവും തെക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ. ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. വെള്ളം ചൂടുകൊണ്ട് നീരാവിയാക്കുന്നത് ഏതു പേര് വിളിക്കാം? ഉത്തരം ബാഷ്പീകരണം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം മൗണ്ട് എവറസ്റ്റ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഉത്തരം മക്ലിൻ. ദേനാലി എന്നറിയപ്പെടുന്നതും മക്ലിനാണ്. ദേനാലി എന്നാൽ സൂര്യന്റെ വീട്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ഉത്തരം വിന്ധ്യ പർവ്വതം. ഓസോൺ ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്?
ഉത്തരം 15 മുതൽ 30 കിലോമീറ്റർ ഉയരത്തിൽ. ഭൂമിയിലെ ജലഭാഗത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം 36.2 കോടി ചതുരശ്ര കിലോമീറ്റർ. നവധാന്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നെല്ല്, ഗോതമ്പ്, തുവര, ചെറുപയർ, മുതിര, കടല, ഉഴുന്ന്, എള്ള്, യവം. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കുമ്മായം. അന്തരീക്ഷ വായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നത് എന്തിന്റെ ബലമാണ്? ഉത്തരം ഗുരുത്വാകർഷണ ബലം. ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് ഏത് മണ്ണിലാണ്? ഉത്തരം പർവ്വത മണ്ണ്. വെജിറ്റബിൾ ഹമ്മിങ് ബേർഡ് എന്നറിയപ്പെടുന്ന സസ്യം? ഉത്തരം അഗസ്ത്യമരം. ഓസോൺ കവചത്തെ കണ്ടെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1913. കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് എന്താണ്? ഉത്തരം E.K. ജാനകിയമ്മാൾ അവാർഡ് ഓൺ പ്ലാന്റ് ടാക്സോണമി, E.K. ജാനകിയമ്മാൾ അവാർഡ് ഓൺ അനിമൽ ടാക്സോണമി. ആഫ്രിക്കയിലെ വംശനാശ ഭീഷണി നേരിടുന്ന പർവ്വത ഗൊറില്ലകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ജീവശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡയാൻ ഫോസി. മേഘാലയയുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം മേഘപ്പുലി. ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ഐലൻഡിലെ റോയിക് ജാവിക്. ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരം ഭൂമിയിലെ വെള്ളം സൂര്യന്റെ ചൂടുകൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈ നീരാവി മേഘമായി വായുവിലൂടെ പറന്നു നടക്കുന്നു. ഇതിനിടെ മേഘം തണുക്കാനിടയായാൽ അത് മഴയായി താഴേക്ക് പോകുന്നു. മഴമേഘങ്ങൾ കാണപ്പെടുന്ന ഏകദേശം ഉയരം എത്രയാണ്? ഉത്തരം 1200 മീറ്റർ. ഷിംബോറോസോ കീഴടക്കിയത് ആരാണ്? ഉത്തരം 1880 യൂറോപ്പുകാരനായ ജീൻ കാരലും സഹോദരൻ ലൂയി കാരലും. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന കൊടുമുടി? ഉത്തരം മൗണ്ട് K2. ഭൂമിയിലെ അന്തരീക്ഷമർദ്ദം എത്രയാണ്? ഉത്തരം സമുദ്രനിരപ്പിൽ നിന്നും 1013 മില്ലിബാർ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ. ഭൂമിയുടെ ഭ്രമണപ്രവേഗം എത്രയാണ്? ഉത്തരം മണിക്കൂറിൽ 1674 കിലോമീറ്റർ. ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏതെല്ലാം? ഉത്തരം സിയാൽ, സീമ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഉത്തരം ഇത്തിക്കണ്ണിക്കുരുവി. സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ് 9 സെക്കൻഡ്. പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന നിറം? ഉത്തരം പച്ച. ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രമായ ബോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളത് ഏത് താപനിലയിലാണ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. പാലസ്തീന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം ഒലിവ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം? ഉത്തരം ഭിതാർകനിക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഉത്തരം ഇന്ത്യൻ പിഗ്മി ബാറ്റ്. വനവിസ്തൃതി കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ചേസിംഗ് ദ മൺസൂൺ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഫ്രേറ്റർ. ഇന്ത്യക്കാർ ഗൗരി ശങ്കരം എന്ന് വിളിക്കുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എവറസ്റ്റ്. ഷിംബോറോസോ, കോജോപാക്സി, തുംഗറാഹുവോ എന്നീ അഗ്നിപർവ്വതങ്ങൾ ഏത് പർവ്വതനിരകളിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ആൻഡീസ് പർവ്വതനിരകളിൽ.
എവറസ്റ്റിന് സർവേ വകുപ്പ് ആദ്യം നൽകിയിരുന്ന പേര്? ഉത്തരം പീക്ക് 15. എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത് ഏത് പ്രദേശത്താണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ലൂ. ശിലാമണ്ഡലം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഉത്തരം ശിലാപദാർത്ഥങ്ങൾ കൊണ്ട്. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിപ്പമുള്ള ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഡാൽമേഷ്യൻ പെലിക്കൺ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളകളിൽ ഒന്നാം സ്ഥാനം ഏതിനാണ്? ഉത്തരം മരച്ചീനി. 1971 ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പരിസ്ഥിതി മർദ്ദ സംഘടന ഏതാണ്? ഉത്തരം ഫ്രണ്ട്സ് ഓഫ് ദി എർത്ത്. ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ചൈന. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായ നാഗാർജുന സാഗർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ സംഘടന ഏതാണ്? ഉത്തരം പീപ്പിൾ ഫോർ അനിമൽസ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചിരിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം ഓക്ക്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച വർഷം? ഉത്തരം 1966. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യം ഏതാണ്? ഉത്തരം വത്തിക്കാൻ. 2006 യുനെസ്കോയുടെ ഇന്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പുരസ്കാരം ലഭിച്ച മലയാള മനോരമയുടെ പദ്ധതി ഏതാണ്? ഉത്തരം പലതുള്ളി. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ 70% ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഇടവപ്പാതയിൽ നിന്ന്. അന്നപൂർണ കീഴടക്കിയ വനിതകൾ ആരെല്ലാമാണ്? ഉത്തരം ആർലിൻ ബ്ലമ്മിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പർവ്വതാരോഹകർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഉത്തരം ഹിമാലയം. റോക്കി പർവ്വതനിരകളിൽ അടിക്കുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്? ഉത്തരം ചിനൂക്ക്. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം? ഉത്തരം മഴവെള്ളം. മണ്ണുദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പ്രകൃതി പ്രാപ്തയാണ്, പക്ഷേ അവന്റെ അത്യാഗ്രഹങ്ങളെ നിറവേറ്റാൻ പ്രാപ്തയല്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 6നും 7.5നും മധ്യേ. പ്രകൃതിയിലെ സർവചരാചരങ്ങളുടെയും ഊർജ സ്രോതസ് ആരാണ്? ഉത്തരം സൂര്യൻ. ജീവജാലങ്ങളുടെയും അവയുടെ ചുറ്റുപാടുകളെയും അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം ഇക്കോളജി. വേഗം കണക്കാക്കുന്നത് ഏത് സ്കെയിൽ ഉപയോഗിച്ചാണ്? ഉത്തരം സാഫിയർ സിംപ്സൺ സ്കെയിൽ. മെക്സിക്കോയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം ഡാലിയ. ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിക്കാൻ സഹായിച്ച മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം CK കരുണാകരൻ IFS. കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ അലിഞ്ഞു ചേർന്ന ജലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കഠിനജലം. ഭൂമിയിൽ വെള്ളത്തിന്റെ 97.2% എങ്ങനെയുള്ള വെള്ളമാണ്? ഉത്തരം ഉപ്പ് കലർന്ന കടൽ വെള്ളം. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഉത്തരം ഓസ്ട്രേലിയ. പാമ്പ് വർഗത്തിൽ ആൺപാമ്പുകളെ കണ്ടെത്തിയിട്ടില്ലാത്ത ഇനം ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇടവപ്പാതി കാലവർഷം. മഴയുണ്ടാക്കാൻ സിൽവർ അയഡൈഡ് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? അമേരിക്കക്കാരനായ ബെർണാഡ് വെനോഗാഡ്. വലിപ്പത്തിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം കാഞ്ചൻജംഗ. എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ വ്യക്തി? ഉത്തരം ഷെർപ്പ ആൻഗ്രീത്ത്. കടൽക്കാറ്റും കരക്കാറ്റും എന്താണ്?
ഉത്തരം പകൽ സമയങ്ങളിൽ കര പെട്ടെന്ന് ചൂടുപിടിച്ച് നിമ്നമർദ്ദ മേഖലയാകുമ്പോൾ കടലിൽ നിന്നും കാറ്റടിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. രാത്രി കര പെട്ടെന്ന് തണുക്കുന്നതിനാൽ ഉച്ചമർദ്ദ മേഖലയാകുന്നു. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. 1924 പ്രളയത്തിനു ശേഷം കേരളത്തിലുണ്ടായ ഭീകരമായ പ്രളയം എന്നായിരുന്നു? ഉത്തരം 2018 ഓഗസ്റ്റ് മാസത്തിൽ. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ഇന്ത്യയിൽ മെജസ്റ്റിക് കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിൽ. ഭൂമിയുടെ ഭൂമധ്യരേഖാ വ്യാസം എത്രയാണ്? ഉത്തരം 12,756.32 കിലോമീറ്റർ. അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം? ഉത്തരം റാഞ്ചി. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്, അട്ടപ്പാടി, രാമക്കൽമേട്. ന്യൂസിലാൻഡിന്റെ ദേശീയ ഫലം ഏത്? ഉത്തരം കിവിപ്പഴം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൺ ട്രീ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലെ ആരഡ് എന്ന സ്ഥലത്ത്. പ്രകൃതിയുടെ സ്വന്തം ദാർശനികർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ ജീവശാസ്ത്രജ്ഞനും പ്രകൃതി സ്നേഹിയും ആരാണ്? ഉത്തരം ജോൺ മ്യൂർ. ഭൂമിയിൽ ഏകദേശം എത്ര വെള്ളമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്? ഉത്തരം 1400 ദശലക്ഷം ക്യൂബിക് കിലോമീറ്റർ. ഏറ്റവും വലിയ ദ്വീപ് സമൂഹം? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം ഗരുഡശലഭം. ന്യൂനമർദ്ദത്തിന് കാരണം എന്താണ്? ഉത്തരം ചൂടുവായുവും തണുത്തുവായുവും തമ്മിലുള്ള മർദ്ദവ്യത്യാസം. ഇങ്ങനെയുണ്ടാകുന്ന മഴ ന്യൂനമർദ്ദ മഴ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം 1836 സ്വാതി തിരുനാൾ. ജപ്പാനിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഉത്തരം മൗണ്ട് ഫ്യൂജി. ഗ്രീക്ക് ദേവനായ അറ്റ്ലസിന്റെ പേരിലുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം അറ്റ്ലസ്. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്ററിനുള്ളിലാണ്? ഉത്തരം 11 കിലോമീറ്റർ. ആദ്യമായി കൃത്രിമ മാർഗത്തിലൂടെ ജലം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്ലി. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2015. സാധാരണയായി കടുവകളുടെ കണക്കെടുപ്പിനെ അവലംബിക്കുന്ന രീതി? ഉത്തരം പെഗ്മാർ. ഭൂമിയുടെ ധ്രുവ ചുറ്റളവ് എത്രയാണ്? ഉത്തരം 4,80,000 കിലോമീറ്റർ. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ഏതാണ്? ഉത്തരം ആർഗൺ. കേരളത്തിൽ കണ്ടുവരുന്ന വിവിധയിനം മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വനമണ്ണ്, എക്കൽ മണ്ണ്, മണൽ മണ്ണ്, വെട്ടുകൽ മണ്ണ്, കരിനിലങ്ങൾ, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്. അൺലെഡഡ് പെട്രോളിലുള്ള ഏത് ഘടകമാണ് അർബുദത്തിന് കാരണമാകുന്നത്? ഉത്തരം ബെൻസീൻ. കടുവകൾക്ക് എത്ര പല്ലുകളാണുള്ളത്? ഉത്തരം 30. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. 2001 ഒക്ടോബർ 15 ഇത് നിലവിൽ വന്നത്. മഡഗാസ്കറിന്റെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം ഗുൽമോഹർ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനെ കുറിച്ച് ഡോക്ടർ ആർ.വി. അയ്യർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം എം.എസ്. സ്വാമിനാഥൻ, സയന്റിസ്റ്റ് ആൻഡ് ഹ്യൂമനിസ്റ്റ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? ഉത്തരം രാജവെമ്പാല. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഉത്തരം ശാന്തസമുദ്രം. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് എഴുതിയ പ്രാചീന സഞ്ചാരികൾ ആരെല്ലാമാണ്? ഉത്തരം ഇബ്നു ഖുർദാത്ത് ബൈ, മഹ്വാൻ, മാർക്കോ പോളോ, ബാർബോസ, ന്യൂഹോഫ്, ഹാമിൽട്ടൺ, ബർത്തലോമിയ ഡയസ് ബുക്കാനൻ.
എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ആരെല്ലാമാണ്? ഉത്തരം എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും 1953 മെയ് 21-ന്. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നർ. ആൽപ്സ് പർവ്വതങ്ങളിൽ വീശുന്ന തണുത്ത കാറ്റിന്റെ പേര്? ഉത്തരം മിസ്ട്രൽ. കാറ്റ്, മഞ്ഞുവീഴ്ച, മേഘങ്ങൾ, ഇടിമിന്നൽ ഇവയെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയറിൽ. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ഉത്തരം ശാന്തസമുദ്രത്തിലെ മരിയാന ട്രെഞ്ച്. ഭൂവൽക്കത്തിന്റെ താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം മാൻഡിൽ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള ആവരണം ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഏകദേശം 12 കിലോമീറ്റർ ഉയരം വരെ ശക്തമായ നിലയിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നു. ഇക്കോ ഫെമിനിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഫ്രാങ്കോയിസ് ദ ഇയോബോണിയ. രക്തം കുടിക്കുന്ന സസ്തനി ഏതാണ്? ഉത്തരം വാമ്പയർ വവ്വാലുകൾ. തായ്ലാൻഡിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം കണിക്കൊന്ന. ഭാരതത്തിലുള്ള ഏക ആൾക്കുരങ്ങ് വർഗം ഏതാണ്? ഉത്തരം ഹൂളോ ഗിബൺ. ആദ്യമായി മിനറൽ വാട്ടർ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ വില്യം ബ്രൗൺ റിംഗ്. ജലത്തിന്റെ രാസപ്രതീകം? ഉത്തരം H2O. ഏറ്റവും വലിയ നദി? ഉത്തരം ആമസോൺ. ഇന്ത്യയിലെ വിഷമില്ലാത്ത നീളം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ റെറ്റിക്കുലേറ്റസ്. ഏറ്റവും വലിയ തടാകം? ഉത്തരം കാസ്പിയൻ കടൽ. മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരം അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനം കൊണ്ട്. എവറസ്റ്റിന് ആ പേര് നൽകിയത് ആരുടെ ഓർമ്മയ്ക്കായാണ്? ഉത്തരം ബ്രിട്ടീഷ് സർവേ വിദഗ്ധനും ഗണിതശാസ്ത്രജ്ഞനുമായ ജോർജ് എവറസ്റ്റിന്റെ ഓർമ്മയ്ക്ക്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം പാമീർ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതമായി അറിയപ്പെടുന്നത് ഏത് പർവ്വതമാണ്? ഉത്തരം രാജസ്ഥാനിലെ ആരവല്ലി. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഉത്തരം ഹർമാട്ടൻ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം ഉദ്ദേശം എത്രയായി കരുതപ്പെടുന്നു? ഉത്തരം ഏകദേശം 457 കോടി വർഷം. എന്താണ് കാറ്റ്? ഉത്തരം വായുവിന്റെ സഞ്ചാരമാണ് കാറ്റ്. അന്തരീക്ഷത്തിലെ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുണ്ടാകുന്ന വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. ഭൂമിയുടെ ഭൂമധ്യരേഖ ചുറ്റളവ് എത്രയാണ്? ഉത്തരം 40,075.16 കിലോമീറ്റർ. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം എന്താണ്? ഉത്തരം നൈട്രജൻ. ഏതു തരം മണ്ണിലാണ് അലുമിനിയം ലവണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഉത്തരം മരുഭൂമിയിലെ മണ്ണിൽ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ കാറ്റിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഉത്തരം തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ലിബിയയുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. സമുദ്രജലത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ലവണം ഏതാണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം 35 ഗ്രാം. വെള്ളത്തുള്ളിക്ക് ഗോളാകൃതി നൽകുന്നത് ഏത് പ്രതിഭാസമാണ്? ഉത്തരം പ്രതലബലം. ഏറ്റവും വലിയ ദ്വീപ്? ഉത്തരം ഗ്രീൻലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിശാശലഭം ഏതാണ്? ഉത്തരം ധാന്യശലഭം. വടക്ക് കിഴക്കൻ മൺസൂൺ എത്തിച്ചേരുമ്പോൾ ഏത് മഴക്കാലമാണ് ആരംഭിക്കുന്നത്? ഉത്തരം തുലാവർഷം. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്?
ഉത്തരം ഹൈഗ്രോമീറ്റർ. K2 കീഴടക്കുന്ന ആദ്യ വനിത. ഉത്തരം ഫ്രാൻസിൽ നിന്നുള്ള ലില്ലിയൻ ബാരാൾഡ്. അറ്റ്ലസ് പർവ്വതനിര എവിടെയാണ്? ഉത്തരം ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ആൽപ്സിൽ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്. ഉത്തരം ഫൊൻ. ക്ഷാരഗുണമോ അമ്ലഗുണമോ ഇല്ലാത്ത പദാർത്ഥം. ഉത്തരം ശുദ്ധജലം. ഭൂമിയിലെ കരഭാഗത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം 14.8 കോടി ചതുരശ്ര കിലോമീറ്റർ. ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളുടെ ഉറവിടങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സ്ഥലമണ്ഡലം, ജലമണ്ഡലം, അന്തരീക്ഷം, ജീവമണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമായി അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഉത്തരം എക്കൽ മണ്ണ്. ഓസോൺ പടലം എന്തിന്റെ ഭാഗമാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിന്റെ. ജലത്തിന്റെ കുത്തവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബ്ലൂ ഗോൾഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം കനേഡിയൻ എഴുത്തുകാരിയായ മോഡ് ബാർലോ. ബെൻതോസ് എന്താണ്? ഉത്തരം ജലവ്യവസ്ഥയുടെ അടിത്തട്ടിൽ കഴിയുന്ന ജീവികൾ. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം താമര. ഇന്ത്യയിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 47. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ശുദ്ധജല വർഷമായി ആചരിച്ചത് എന്നായിരുന്നു? ഉത്തരം 2003. ജലത്തിന്റെ ഘടന കണ്ടെത്തിയത് ആരാണ്? ഉത്തരം 1783 ഹെൻറി കാവൻഡിഷ്. ഏറ്റവും വലിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ് അഥവാ കോഴിപ്പാമ്പ്. കേരളത്തിലെ മഴക്കാലത്തെ എത്രയായി തിരിക്കാം? ഉത്തരം 3 ഇടവപ്പാതി, തുലാവർഷം, വേനൽമഴ. കൃത്രിമമായി മഴ പെയ്യിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്ന തണുത്തുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, സിൽവർ അയഡൈഡ് എന്ന രാസവസ്തുവിന്റെ തരികൾ എന്നിവ വിമാനങ്ങളിൽ കൊണ്ടുപോയി മേഘങ്ങളിൽ വിതറും. ഇതിനെ ക്ലൗഡ് സീഡിംഗ് എന്നാണ് പറയുന്നത്. ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ഉത്തരം കെമു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിത. ഉത്തരം സ്റ്റാസി ആലിസൺ. ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം യൂറാൽ. ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം മഞ്ഞു തിന്നുന്നവൻ. ഇന്ത്യയുടെ വാട്ടർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം രാജേന്ദ്ര സിംഗ്. ജൈവ വസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം ആക്ടിനോ ബാക്ടീരിയ. ത്രികടുവിലെ അംഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചുക്ക്, കുരുമുളക്, തിപ്പലി. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ഹരിതാലയ പ്രഭാവം എന്ന പ്രതിഭാസത്തിന് കാരണം ഏത് വാതകമാണ്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. നീല വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം റഷ്യ. ഗയാന രാജ്യത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ആനത്താമര. പശ്ചിമഘട്ടത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 9. ഭാരത സർക്കാർ ദേശീയ ജലവർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2007. മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ജലത്തിന്റെ കഴിവിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. ഇണ ചേരാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. മഴയെ സാധാരണയായി വിളിക്കാറുള്ള പേര് എന്താണ്? ഉത്തരം മൺസൂൺ. എവിടെയാണ് ക്ലൗഡ് സീഡിങ്ങിനെ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത്? ഉത്തരം 1946 അമേരിക്കയിൽ ശാസ്ത്രജ്ഞരായ ഇർവിംഗ് ലാങ്മോറും സഹായി വിൻസെന്റ് ഷേഫറും.
കെമു എന്ന കൊടുമുടിക്ക് K2 എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം 1856 ബ്രിട്ടീഷുകാരനായ TG മോൺട്ഗോമറി. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വനിത? ഉത്തരം ആലിസൺ ഹാർഗ്രീവ്സ്. വിമാനങ്ങൾക്ക് പറക്കാൻ ഏറ്റവും യോജിച്ച മേഖല? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ലോഹധാതു ഏതാണ്? ഉത്തരം ഇരുമ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടി. എന്താണ് സീമ? സിലിക്കൺ, മഗ്നീഷ്യം എന്നിവ ചേർന്നിട്ടുള്ള കടൽത്തറയുടെ ഭാഗം. വേടൻ ഏത് പക്ഷിയെ അമ്പെയ്യുന്നത് കണ്ടിട്ടാണ് വാൽമീകി മാ നിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം രചിച്ചത്? ഉത്തരം സാരസക്കൊക്കുകളെ. യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ്? ഉത്തരം ജലജന്തു ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയ. ലോകത്തിൽ ഏറ്റവും അധികം മാലിന്യങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. പെറുവിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം സിങ്കോണ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഭൂമി. ജീവന്റെ തുടക്കം ഏതിലാണെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം ജലത്തിൽ നിന്ന്. രാമായണത്തിലെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഏതു വൃക്ഷച്ചുവട്ടിലാണ് രാവണൻ പാർപ്പിച്ചിരുന്നത്? ഉത്തരം ശിംശിപ വൃക്ഷച്ചുവട്ടിൽ. പെട്ടെന്ന് പ്രകോപിതമാകാത്ത വിഷപ്പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. കടൽ തീരം കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ. കേരളത്തിൽ ഏറ്റവും ആദ്യമുണ്ടായ വലിയ വെള്ളപ്പൊക്കം ഏതാണ്? ഉത്തരം മലയാള വർഷം 1099 വെള്ളപ്പൊക്കം. എവറസ്റ്റിനെ ടിബറ്റുകാർ വിളിക്കുന്ന പേര്? ഉത്തരം ചോമോലുങ്മ. ദേനാലി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1913 ഹഡ്സ്റ്റൺ സ്റ്റക്കും കൂട്ടരും. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബംഗാളിൽ നിന്നുള്ള സർവേയർ രാധാനാഥ് സെക്കിന്ദാർ. ഭൂമിയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിലന്തി ഏതാണ്? ഉത്തരം ഉണ്ടക്കണ്ണൻ നീലമണ്ണാച്ചൻ ചിലന്തി. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഏതാണ്? ഉത്തരം തിമിംഗല സ്രാവുകൾ. കരിമ്പ് കൃഷിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. ഇന്ത്യക്കാണ് 2-ാം സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ബോർ. ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനം സമുദ്രത്തിലുണ്ട്? ഉത്തരം 97%. ജലത്തിന്റെ ഘടന എങ്ങനെയാണ്? ഉത്തരം ഹൈഡ്രജന്റെ 2 പരമാണുക്കളും ഓക്സിജന്റെ 1 പരമാണുവും നിശ്ചിത രീതിയിൽ കൂടിച്ചേരുന്നു. ജനവാസമില്ലാത്ത ഭൂഖണ്ഡം? ഉത്തരം അന്റാർട്ടിക്ക. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നത് എന്താണ്? ഉത്തരം ലിത്തോസ്ഫിയർ. മഴ പെയ്യിക്കാനായി എല്ലാ വർഷവും സംഗീത യജ്ഞം നടത്തുന്നത് ഏതു നഗരത്തിലാണ്? ഉത്തരം ചെന്നൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. ആൽപ്സിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം മോണ്ട് ബ്ലാങ്ക്. കാശ്മീരിലെ നംഗ പർവ്വതം ആദ്യമായി കീഴടക്കിയത് ആരാണ്? ഉത്തരം ഹെർമൻ ബുൾ. അന്തരീക്ഷത്തിൽ വായുവിന്റെ സാന്നിധ്യം ഏകദേശം എത്ര കിലോമീറ്റർ വരെയാണ്? ഉത്തരം 700 കിലോമീറ്റർ വരെ. കേരളത്തിന്റെ വിസ്തൃതിയുടെ 27% ഏത് മണ്ണാണ്? ഉത്തരം വനമണ്ണ്.
സമുദ്രനിരപ്പിൽ നിന്നും കരയുടെ ശരാശരി ഉയരം എത്രയാണ്? ഉത്തരം 756 മീറ്റർ. ഭൂവൽക്കത്തിനെയും മാൻഡലിനെയും വേർതിരിക്കുന്ന അതിർത്തി വരമ്പ് ഏതാണ്? ഉത്തരം മൊഹറോവിക് വിച്ഛിന്നത. അന്തരീക്ഷത്തിലെ വിവിധ പ്രതിഭാസങ്ങളെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം അന്തരീക്ഷ ശാസ്ത്രം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? ഉത്തരം പീറ്റ് മണ്ണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം? ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ്. റബ്ബറിന്റെ വ്യാവസായിക മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ചാൾസ് ഗുഡിയർ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം കസ്തൂരിമാൻ. ശ്രീലങ്കയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം നീലാമ്പൽ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ആനകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ഉത്തരം ആർട്ടിക് സമുദ്രം. എന്താണ് അമ്ലമഴ? ആസിഡിന്റെ അംശം കൂടുതലുള്ള മഴയാണ് അമ്ലമഴ. സൾഫ്യൂരിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെ അംശം ഇതിൽ വളരെയധികം കൂടുതലായിരിക്കും. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന പർവ്വതനിര? ഉത്തരം ആൽപ്സ്. എവിടെയാണ് അപ്പലേച്ചിയൻ പർവ്വതനിര? ഉത്തരം വടക്കേ അമേരിക്കയിൽ. ഭൂമിയുടെ അന്തരീക്ഷത്തെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഉത്തരം 5. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ആയാന്തര ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപമെടുക്കുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ചെമ്മണ്ണ്. ഭൗമ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 14 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയെ പൊതുവെ എത്ര മണ്ഡലങ്ങളിലായി തിരിക്കാം? ഉത്തരം 3. ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും ചെറിയ ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഇളം പച്ച പൊടിക്കുരുവി. ഇന്ത്യയിൽ ആദ്യം മാമ്പഴ സീസൺ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. 1973 സ്ഥാപിതമായ ബ്രിട്ടീഷ് ഗ്രീൻ പാർട്ടിയുടെ യഥാർത്ഥ പേര്? ഉത്തരം ദി ഇക്കോളജി പാർട്ടി. ലോകത്ത് ഏറ്റവും അധികം പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ. വൃക്ഷ സംരക്ഷണം മുഖ്യ ലക്ഷ്യമായ ചെപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം നാങ്ക്. ഹാംഗാൾ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം കാശ്മീരിന്റെ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഉത്തരം ഇന്ത്യ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. കേരളത്തിൽ ഏകദേശം എത്ര മില്ലിമീറ്ററോളം മഴ ലഭിക്കുന്നു? ഉത്തരം 3107.5 മില്ലിമീറ്റർ. മഴമരം എന്ന മരം ഏത് രാജ്യത്താണ് ഉള്ളത്? ഉത്തരം ജമൈക്ക. ദക്ഷിണ യൂറോപ്പിൽ ജിനോവ ഉൾക്കടൽ മുതൽ വിയന്ന വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിര? ഉത്തരം ആൽപ്സ്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഇസാറു കൊടുമുടിയിൽ കയറി നിന്നാൽ. എന്താണ് ചക്രവാതം? ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയിലും രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകളാണ് ചക്രവാതങ്ങൾ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നത് ഏത് ബാക്ടീരിയയാണ്? ഉത്തരം അസറ്റോബാക്ടർ. സ്ഥിരവാദങ്ങൾ എത്ര തരം ഏതെല്ലാം? ഉത്തരം 3 തരം: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. പശ്ചിമ പൂർവ്വഘട്ടങ്ങളുടെ സംഗമ സ്ഥാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം നീലഗിരി. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി അകലം എത്രയാണ്? ഉത്തരം 15 കോടി കിലോമീറ്റർ.
ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തി ഏതാണ്? ഉത്തരം കടുവ ചിലന്തി അല്ലെങ്കിൽ മഞ്ഞത്തുടയൻ ചിലന്തി. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന പദാർത്ഥം? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ലോകത്ത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ഉത്തരം 3. കുരുമുളകിനെ ദേശീയ പുഷ്പമാക്കിയ രാജ്യം? ഉത്തരം ലൈബീരിയ. പെലിക്കൺ എന്ന വലിയ നീർപ്പറവയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. സമുദ്രത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഡിസ്റ്റിലേഷൻ. ജലം നിറച്ച പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് എന്താണ്? ഉത്തരം ജലതരംഗം. ത്രിഗന്ധിക എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചന്ദനം, അകിൽ, രക്തചന്ദനം. ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ മൊല്യൂറാസ്. ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. എന്താണ് മൺസൂൺ? ഉത്തരം മഴ കൊണ്ടുവരുന്ന കാറ്റാണ് മൺസൂൺ. ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളിയുടെ വേഗം എത്രയാണ്? ഉത്തരം 8 മുതൽ 10 കിലോമീറ്റർ വരെ. എവിടെയാണ് ചെമ്പ് പർവ്വതം? ഉത്തരം അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര? ഉത്തരം ആൻഡീസ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണം എത്രയാണ്? ഉത്തരം 51 കോടി ചതുരശ്ര കിലോമീറ്റർ. എന്താണ് കാലികവാതങ്ങൾ? ഋതുഭേദങ്ങൾക്കനുസൃതമായി ദിശ മാറി വീശുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. മൺസൂൺ കാറ്റുകളാണിതിൽ പ്രധാനം. എന്താണ് സിയാൽ? ഉത്തരം സിലിക്കൺ, അലുമിനിയം എന്നിവ ചേർന്നുള്ള കരഭാഗം. ഇംഗ്ലീഷിൽ പക്ഷിപിടുത്തക്കാരൻ ചിലന്തി എന്ന് വിളിക്കുന്നത് ഏതു ചിലന്തിയെയാണ്? ഉത്തരം കടുവ ചിലന്തി. ലോക കമ്പോളത്തിൽ ഏറ്റവും അധികം ക്രയവിക്രയം ചെയ്യുന്ന മത്സ്യം ഏതാണ്? ഉത്തരം ചെമ്മീൻ. തായ്ലാൻഡിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം സൂര്യകാന്തി. സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഫാൾ ഓഫ് എ സ്പാരോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം. മാലി ദ്വീപുകളുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം തെങ്ങ്. ഏറ്റവും വലിയ മരുഭൂമി? ഉത്തരം സഹാറ. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് എന്താണ്? ഉത്തരം ഗുട്ടൻബർഗ് വിച്ഛിന്നത. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. മനുഷ്യൻ കേറ്റു കീഴടക്കിയത് എന്നാണ്? ഉത്തരം 1954. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി? ഉത്തരം ആനമുടി. ഏത് പോഷകത്തിന്റെ അഭാവമാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ കണ്ടുവരുന്നത്? ഉത്തരം നൈട്രജൻ. ഭൗമ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്? ഉത്തരം ചാവുകടൽ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 23 മണിക്കൂർ 56 മിനിറ്റ് 4.09 സെക്കൻഡ്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പരിസ്ഥിതി മലിനീകരണ ദ്രവ അവശിഷ്ടത്തെ പറയുന്ന പേര്? ഉത്തരം എഫ്ലുവൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന കടൽ പാമ്പ് ഏതാണ്? ഉത്തരം വലിയ കടിയൻ പാമ്പ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ഭൂമിയിലെ ശുദ്ധജല ശേഖരം ആകെയുള്ള ജലത്തിന്റെ എത്ര ഭാഗം വരും? ഉത്തരം 3%. ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം എവറസ്റ്റ്. ഇടവപ്പാതി ഏത് മാസത്തിലാണ് എത്തുന്നത്? ഉത്തരം ജൂൺ ആദ്യവാരം മുതൽ സെപ്റ്റംബർ വരെ. മഴയുടെ പേരിൽ കറൻസി നിലവിലുള്ള രാജ്യം? ഉത്തരം ആഫ്രിക്കയിലെ ബോട്സ്വാന. ഈ രാജ്യത്തിന്റെ കറൻസിയുടെ പേര് പുല എന്നാണ്. പുലയുടെ അർത്ഥം മഴയാണ്. ഏറ്റവും വേഗത്തിൽ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? ഉത്തരം കാജി ഷെർപ്പ. ചക്രവാതം എന്ന പേര് ചുഴലിക്കാറ്റിന് നൽകിയത് ആരാണ്?
ഉത്തരം പ്രശസ്ത നാവികനായ ഹെൻറി പെഡിങ്ടൺ. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിലാണ് ചുവന്ന മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത്? ഉത്തരം ചൊവ്വ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 2012. എന്താണ് അന്തരീക്ഷം? ഉത്തരം ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വായുവിന്റെ അദൃശ്യമായ ആവരണം. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നടക്കുന്ന നഗരം? ഉത്തരം ടോക്കിയോ. അലക്സാണ്ടർ ചക്രവർത്തിയെ വിസ്മയിപ്പിച്ച പുൽവർഗ സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. രാസപരമായി ജലം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. എന്താണ് NTCA? ഉത്തരം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അച്ഛനില്ലാത്ത പാമ്പ് എന്ന് വിളിപ്പേരുള്ള പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. 14 വർഷത്തോളം കാര്യമായ മഴ ലഭിക്കാതിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ചിലിയിലെ അരിക്ക. ആൽപ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പുൽമേടുകൾ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിൽ. റീത്ത, കത്രീന, വിൽമ, ഐവാൻ, ഒഫീലിയ, ബീറ്റ് എന്നിവ എന്താണ്? ഉത്തരം അമേരിക്കൻ തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തു വരുന്ന ലാവ പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ഏത് കീടനാശിനിയുടെ പ്രഭാവത്തെയാണ് റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗിൽ പ്രമേയമാക്കിയിരിക്കുന്നത്? ഉത്തരം DDT. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഓസോൺ പാളിയെ. ഹരിയാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കൃഷ്ണമൃഗം. ഒലിവ് റിഡ്ലി ആമകൾ ഏറ്റവും കൂടുതൽ പ്രജനനം നടത്തുന്ന ലോകപ്രസിദ്ധ കടൽ തീരം ഏതാണ്? ഉത്തരം മെക്സിക്കൻ കടൽ തീരം. ഭിത്താർകനിക ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. മാൻഡലിന് തൊട്ടു താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം കാമ്പ്. ലോകത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. കൽപ്പന 1 ഇന്ത്യയുടെ ഉപഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉപഗ്രഹം അയച്ചത്? ഉത്തരം കാലാവസ്ഥാ നിരീക്ഷണം. കമ്മ്യൂണിസം എന്ന പർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാമീർ പർവ്വത നിരകളിൽ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷി ഏതാണ്? ഉത്തരം സാരസക്കൊക്ക്. അന്താരാഷ്ട്ര മണ്ണ് വർഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ആരോഗ്യമുള്ള ജീവന് ആരോഗ്യമുള്ള മണ്ണ്. കൃത്രിമ രാസവളങ്ങളിലെ മലിനീകാരിയായ ഘടകം ഏതാണ്? ഉത്തരം നൈട്രേറ്റുകൾ. ഇന്ത്യയിലെ വനവിഭവങ്ങളുടെ കണക്കെടുപ്പും പഠനവും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഹരിത വിപ്ലവത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കുന്ന നൊബേൽ പുരസ്കാര ജേതാവായ അമേരിക്കൻ കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം നോർമൻ ബോർലോഗ്. ബീഹാറിന്റെയും ഗോവയുടെയും ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കാട്ടുപോത്ത്. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം? ഉത്തരം ഏഞ്ചൽ വെള്ളച്ചാട്ടം. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം അകക്കാമ്പ്. ആരായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മേധാവി? ഉത്തരം ജോൺ കൊൾഡിക്കാട്ട്. മോണ്ട് ബ്ലാങ്ക് കീഴടക്കിയത് ആരൊക്കെയാണ്? ഉത്തരം ജാക്വസ് ബെൽമാറ്റും മൈക്കൽ പക്കാർഡും. അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം വിൻസൺ മാസീവ്. ഇറ്റലിയിലെ മുന്തിരി പാകമാകാൻ സഹായിക്കുന്ന കാറ്റ്?
ഉത്തരം ഫോൻ. 2015 സ്റ്റോക്ക്ഹോം ജല പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം രാജേന്ദ്ര സിംഗിനെ. എന്താണ് അസ്ഥിരവാദങ്ങൾ? ഉത്തരം പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഉച്ചനിമ്ന മർദ്ദങ്ങളുടെ ഫലമായാണ് അസ്ഥിരവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇവയെ രണ്ടായി തിരിക്കാറുണ്ട്: ചക്രവാതമെന്നും പ്രതിചക്രവാതമെന്നും. മിയാമി എവിടത്തെ ഉഷ്ണവാതമാണ്? ഉത്തരം ചൈന. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ. പ്രാദേശികവാദങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം പ്രാദേശികമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. കടൽ അനിയന്ത്രിതമായി ചൂടാകുന്നത് മൂലമുണ്ടാകുന്നു. കടൽക്കാറ്റും കരക്കാറ്റും പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഭൂമിയുടെ ധ്രുവവ്യാസം എത്രയാണ്? ഉത്തരം 12,713.54 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരഗം ഏതാണ്? ഉത്തരം ഉപ്പുജല ചീങ്കണ്ണി. ലോകത്തിലെ ഏറ്റവും വലിയ തിരണ്ടി മത്സ്യം ഏതാണ്? ഉത്തരം ഭീമൻ ചെകുത്താൻ തിരണ്ടി. ചുഴലിക്കാറ്റുകളെ വേഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 5. കാറ്റഗറി 1 മണിക്കൂറിൽ 119 മുതൽ 153 കിലോമീറ്റർ വേഗവും കാറ്റഗറി 2 മണിക്കൂറിൽ 153 മുതൽ 180 കിലോമീറ്റർ വേഗവും കാറ്റഗറി 3 മണിക്കൂറിൽ 180 മുതൽ 210 കിലോമീറ്റർ വേഗവും കാറ്റഗറി 4 മണിക്കൂറിൽ 210 മുതൽ 250 കിലോമീറ്റർ വേഗവും കാറ്റഗറി 5 മണിക്കൂറിൽ 250 കിലോമീറ്ററിലുമധികം വേഗം. ഇന്ത്യയിലെ മത്സ്യസമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും കണക്കെടുപ്പും നടത്തുന്ന ദേശീയ സ്ഥാപനം ഏത്? ഉത്തരം ഫിഷറി സർവേ ഓഫ് ഇന്ത്യ. പ്രകൃതി കൃഷിയുടെ പ്രയോക്താവും പ്രചാരകനുമായി വാഴ്ത്തപ്പെടുന്ന ജപ്പാൻകാരനായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. സിക്കിം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം? ഉത്തരം ചെമ്പൻ പാണ്ട. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. മഴ പെയ്യിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നത് ഏത് രാഗത്തിനാണ്? ഉത്തരം അമൃതവർഷിണി. കേരളത്തിലെ ആദ്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ആദ്യ കാലാവസ്ഥാ പ്രവചനം ആരംഭിച്ചത് എന്നു മുതലാണ്? ഉത്തരം 1963 മുതൽ. അന്നപൂർണ കൊടുമുടി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1980 മോറിസ് ഹോർസോഗിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പർവ്വതാരോഹകൻ. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം മില്ലിബാർ. കാറ്റുകളെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ. പശ്ചിമഘട്ടത്തിന്റെ പാലക്കാട് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം സഹ്യപർവ്വതം. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം രത്നനീലി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന 2 രാസവളങ്ങൾ? ഉത്തരം യൂറിയ, അമോണിയം സൾഫേറ്റ്. എന്നാണ് മരുഭൂവൽക്കരണ വിരുദ്ധ ദിനം? ഉത്തരം ജൂൺ 17. ഭൂമിയിലെ ശുദ്ധജലത്തിൽ ഏറിയ പങ്കും കണക്കാക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ധ്രുവപ്രദേശങ്ങളിൽ. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം മേധാ പട്കർ. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? ഉത്തരം 67 മുതൽ 70%. ഏറ്റവും ഉയരമുള്ള പർവ്വതനിര? ഉത്തരം ഹിമാലയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. കേരളത്തിലെ കാലാവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന ഗ്രീക്ക് സഞ്ചാരി രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. എവറസ്റ്റിനെ ടിബറ്റ്, നേപ്പാൾ അതിർത്തിയിലുള്ളവർ വിളിക്കുന്ന പേര്? ഉത്തരം സാഗരമാത. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം കിളിമഞ്ചാരോ.